നമ്മുടെ PC സംഭവം ഡെഡ് ആണ്. വെൽക്കം ടു മൈ ചാനൽ. ചെക്ക് ചെയ്ത് നോക്കാം എന്താ പ്രശ്നം അറിയില്ല. സംഭവം ഓൺ ആവുന്നില്ല. ഇപ്പോൾ പവർ സപ്ലൈ ഓൺ ആവുന്നില്ല. കമ്പ്യൂട്ടർ ടോട്ടൽ ഡെഡ് ആണ്. നമുക്ക് ചെയ്ത് നോക്കുന്ന പ്രൈമറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയ അനുസരിച്ച് എൻ്റെ ഐഡിയയിൽ പല വഴിക്ക് എനിക്ക് ഷോർട്ട് ഉണ്ട്. എന്നാലും വീഡിയോക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ നോക്കുന്നത് പവർ സപ്ലൈ വർക്കിംഗ് ആണോ. അപ്പം അതിൻ്റെ അകത്ത് ചെയ്യാൻ പോണ കാര്യം ഇതങ്ങോട്ട് ഷോർട്ട് ചെയ്യും. ഇത് ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇത് രണ്ടും ഷോർട്ട് ചെയ്ത് വെക്കുക. ഷോർട്ട് ചെയ്തിട്ട് പവർ കണക്ട് ചെയ്യാം. ഇതാ പവർ സപ്ലൈ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ പവർ സപ്ലൈയുടെ പ്രശ്നമില്ല. പവർ സപ്ലൈ ഓൾറെഡി ഓക്കെയാണ്. മദർ ബോർഡ് ഓൺ ആവാത്തതിൻ്റെ കാര്യം മദർ ബോർഡ് പുറത്തെടുത്താലേ അറിയാവുള്ളൂ എന്താണ്. മുമ്പായിട്ട് ഇതിൻ്റെ പവർ സ്വിച്ച്, USB കേബിള്, ഓഡിയോ കേബിള് കൂടാതെ വയർലെസ് കാർഡും കൂടി നടന്ന് റിമൂവ് ചെയ്യാം. ചാൻസ് പറയാൻ പറ്റില്ല. ഇതൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. വയർലെസ് കാർഡിൻ്റെ ഷോർട്ടിന് ചിലപ്പോൾ മദർ ബോർഡ് ആണാവില്ല, സാധ്യതയുണ്ട്. ചിലപ്പോൾ പവർ സപ്ലൈ ഇനി പവർ ഗുഡ് വരാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഓണാത്തത്. എന്നാലും നോക്കാം. പവറൊക്കെ കേബിളൊക്കെ പരമാവധി രുചിച്ചിടുക. പിന്നെ CMOS ബാറ്ററി റിമൂവ് ചെയ്യുക. ഇതൊക്കെ 1 by 1 ബാറ്ററി ചെയ്യേണ്ടതാണ്. എന്നാലും ബോർഡ് പ്രോസസർ ആകും മാത്രം ബാക്കിയായി. ബാക്കിയെല്ലാം നമ്മൾ ബോർഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പോസിബിൾ വെച്ചിട്ട് നോക്കാം. കണക്ട് ചെയ്യാം. സ്വിച്ചിൻ്റെ വയർ ഓൾറെഡി റിമൂവ് ചെയ്ത് ഷോർട്ട് ചെയ്യാം. സ്വിച്ച് വർക്കിംഗ് ഓണാകുന്നുണ്ട്. ഓണാകുന്നുണ്ട്, പക്ഷെ ഡിസ്പ്ലേ വന്നിട്ടില്ല. എന്താണെന്ന് നോക്കാം. ഒന്ന് ട്രൈ ചെയ്യാം. സിസ്റ്റം ഓൺ. ഫാൻ്റെ കറക്കം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പവർ സപ്ലൈക്ക് എന്തോ ഒരു പ്രശ്നമുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈ
പുതിയത് വെച്ച് നോക്കാം എന്താണെന്നറിയാമല്ലോ. ട്രൈ ചെയ്ത് നോക്കാം. ഫോൺ രക്ഷ ഇല്ല, അല്ല ഇത് ചെയ്യാം. നമുക്ക് മെമ്മറി റിമൂവ് ചെയ്ത് അതൊന്ന് റബ്ബ് ചെയ്ത് ഇട്ട് വെക്കാം. അതിനുവേണ്ടി നമ്മൾ രജിസ്റ്റർ എടുത്തിട്ടുണ്ട്. മെമ്മറി കാർഡ് ഊരെടുക്കുക, ലെഗ് ഗോൾഡിനുണ്ടല്ലോ റബ്ബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കാം. പുറത്ത് പവർ അഴിച്ചു തരുന്ന മറ്റേ പവർ സപ്ലൈ പുതിയത് കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഷോർട്ട് ചെയ്ത് നോക്കാം. എന്നാണ് കണ്ടീഷൻ. വയർ തട്ടിട്ടുണ്ട്, അതിനുള്ള സൗണ്ട്. ഡിസ്പ്ലേ ഒന്നുമില്ല, ഫ്രണ്ട് ഡിസ്പ്ലേ ഇല്ല. ഓ ഒന്നല്ലോ. ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് റബ്ബ് ചെയ്തിട്ടപ്പോൾ ശരിയായിട്ടുണ്ട്. വേറെ വന്നിട്ടുണ്ട് ബയോസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോർട്ട് വല്ലതുണ്ടെന്നുള്ളത് ഇനി വാർക്ക് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഏതായാലും ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. മദർ ബോർഡിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനി തിരിച്ച് നമുക്ക് CMOS ബാറ്ററി വെക്കാനുണ്ട്, കേബിൾസ് കണക്ട് ചെയ്യാനുണ്ട്, അതുപോലെ ബാക്കി ആക്സസറീസ് കണക്ട് ചെയ്യാനുണ്ട്. കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ട്രബിള് വർക്കിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നിനും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല. റീസെറ്റ് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ട് സംഭവം. ഓക്കെ, നമുക്കിനി പവറും അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. USB ഓഡിയോ നമുക്ക് 1x1 കണക്ട് ചെയ്തിട്ടെങ്കിൽ ഓൺ ചെയ്യാം. പ്രൈമറി ഹാർഡ് ഡിസ്ക് SSD ആണ്. നമുക്ക് പവർ സ്വിച്ച് കണക്ട് ചെയ്യണം. പവർ സ്വിച്ച് മിക്കവാറും അതിൻ്റെ ഓറഞ്ച് വൈറ്റ് ആയിട്ടുള്ള കളറിൽ വരാറുള്ളൂ. അത് റീസെറ്റും ഓരോ വാരമായിട്ട് എല്ലാത്തിനും. ഒന്ന് പവറും ഒന്ന് റീസെറ്റും. ഇപ്പോൾ പവർ നമുക്ക് കണക്ട് ചെയ്തെടുക്കാനും ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് പ്രശ്നമുണ്ടോന്ന് അറിയാമല്ലോ. കേബിൾ ചെയ്താണ് ഓൺ ആവുന്നുണ്ട്.
വന്നിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിൻഡോസ് വരേണ്ടതാണ്. വെയിറ്റ് ചെയ്ത് നോക്കാം. സിസ്റ്റം ഓഫായി. ചിലപ്പോൾ ഫസ്റ്റ് ഓൺ ചെയ്തതിൻ്റെ ആയിരിക്കാം. വെയിറ്റ് ചെയ്ത് നോക്കാം. അത് റീസെറ്റ് ചെയ്തതാണ് മിക്കവാറും. അപ്പോൾ ഇരിക്കുന്ന ഓഫായി ഓൺ ചെയ്യാം. ഇപ്പോൾ വിൻഡോസ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി റിമൂവ് ചെയ്ത് തരുന്നത് സിമോസ് ബാറ്ററി ഞാൻ റിട്ടേൺ കണക്ട് ചെയ്തു. പ്രൈമറി SSD ആണ്. അത് പ്ലഗ് ചെയ്ത് ഹാർഡ് ഡിസ്കിന് കണക്ട് ചെയ്യണം. പിന്നെ ബാക്കി ഓഡിയോ കേബിൾ, USB, ഫ്രണ്ട് പാനൽ USB, പിന്നെ വയർലെസ് ലൈൻ കാർഡ് കണക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാണിച്ചു ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. എന്നിട്ട് വർക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏതാണ്ടെല്ലാം പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ കേബിൾ, USB, സിമോസ് ബാറ്ററി ഇതൊക്കെ ഒന്ന് ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇതൊക്കെ ഒന്ന് വയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഓൺ ചെയ്ത് നോക്കാം. ഹാർഡ് ഡിസ്ക് രണ്ടും പ്ലഗ് ചെയ്തിട്ടുണ്ട്. SSD ഹാർഡ് ഡിസ്കും പിന്നെ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ഓൺ ചെയ്യാം. സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമുക്ക് സംഭവം ഓക്കെയാണ്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡായിട്ട് വന്ന മെഷീനാണ്. ഡയറക്റ്റ് ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഓണായില്ല. നേരത്തെ കണ്ടതാണ്, ഓണായില്ല. ശേഷം ആ വയറൊക്കെ അൺപ്ലഗ് ചെയ്തു. സിമോസ് ബാറ്ററി ഊരി. സിമോസ് ബാറ്ററി അറിയാമല്ലോ. പിന്നെ കാർഡ് അഴിച്ചെടുത്തു. പിന്നെ വയർ കമ്പ്യൂട്ടർ റിലീസ് ചെയ്തു. എന്നിട്ട് ഷോർട്ട് ചെയ്ത് നോക്കിയപ്പോഴും സ്വിച്ച് ഷോർട്ട് ചെയ്ത് നോക്കിയപ്പോഴും ഓണായത്. പിന്നെ രണ്ടാമത് സെയിം പവർ സപ്ലൈ. ഒന്നും മാറിയിട്ടില്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. ചെറിയൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡിസ്പ്ലേ വരാണ്ടിരുന്നത്. ഡിസ്പ്ലേ വരാനല്ല ഡെഡായി കിടന്നത്. അപ്പോൾ ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.